FBയുടെ കുറേ വർഷത്തെ പരിചയമുള്ള അജിബ്രോ ഒരു ഓർഡർ തന്നെ. അത് നമുക്ക് തൃശ്ശൂർ എത്തിക്കണമായിരുന്നു സർപ്രൈസായിട്ട്. അപ്പോൾ രാത്രിയിലാകുമ്പോൾ എനിക്ക് ലേറ്റായിട്ട് കിട്ടിയ ഓർഡറായിരുന്നു. അപ്പോൾ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കേക്കെല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് പോകണമായിരുന്നു. അടുത്ത ദിവസം ഞാൻ കേക്കിൻ്റെ കാണിച്ചു തരാമേ. അങ്ങനെ കേക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പം രാവിലെ ആയായിരുന്നു. പിറ്റേ ദിവസം ബന്ധം എന്നൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് ഭയങ്കര പേടിച്ചാണ് പോയതും വന്നതുമൊക്കെ. കാരണം ഇടയ്ക്ക് എങ്ങാനും നമ്മളെ പിന്നെ വണ്ടിയൊക്കെ പിടിച്ച് നിർത്തിയിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചാൽ. പക്ഷേ നമ്മളിത് കൊടുക്കാമെന്ന് ഏറ്റവും റിസ്ക് എടുത്ത് പോയതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവളെ കിട്ടിയത് കൊണ്ട് വീട്ടിൽ അവളെ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. പാലൊക്കെ ഫില്ലറിൽ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കുറേ അടുത്ത് അന്വേഷിച്ചെങ്കിലും പെറ്റ് ഷോപ്പൊന്നും തുറന്നിട്ടില്ലാത്തതുകൊണ്ട് അന്നേരം ഒരു ബോട്ടിലാണ് കിട്ടിയത്. ആ കിട്ടിയതാവട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് പാല് ഒരു 2-3 ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ചു. കാരണം ആ സമയത്ത് ഇവളെ അന്ന് കിട്ടിയിട്ട് ഒരു 2-3 ദിവസമേ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സാധനങ്ങൾ കൊടുക്കാൻ പോകാതിരിക്കാനും വയ്യ. അപ്പോൾ പോകുമ്പം ഞാൻ ഫീഡ് ചെയ്തിട്ടാണ് പോയത്. തിരിച്ചു വരുന്ന വഴിക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് കണ്ട ഒരു കടയിൽ കയറി വാങ്ങിച്ച് അത് അതിൽ പാലൊക്കെ നിറച്ച് അത്യാവശ്യത്തിന് അവളുടെ വിശപ്പൊന്ന് മാറുമല്ലോ എന്ന് വിചാരിച്ച്. കൈ കിട്ടിയ സമയത്ത് തിന്നാനുള്ള പ്രായമേ ആയിട്ടുണ്ടായില്ല, ഒന്നും കഴിക്കില്ലായിരുന്നു. ആകെ ഇങ്ങനെ ഫില്ലറിൽ കൊടുക്കുന്ന പാല് മാത്രമേ കുടിക്കുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് അത് സക്ക് ചെയ്യുന്നൊരു ഇത് കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇതിൽ കൊടുത്തത്. അപ്പം ഈ വലിയ നിപ്പിൾ കണ്ടിട്ട് ആരും വഴക്ക് പറയല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അന്നേരം അതാണ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അവൾ അതിൽ യൂസ്ഡായി. അവളത് നന്നായിട്ട് അതിൽ കുടിക്കാൻ പഠിച്ചു. ഇപ്പം വെള്ളം അതെല്ലാം അതിലാണ് കുടിക്കുന്നത്. ആൾ കംഫർട്ടബിളാണ്. അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഉറക്കം പിടിച്ചു.